ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന 3 സ്നാക്സുമായിട്ടാണ്. ഈവനിങ് ചായക്കൊപ്പവും കുട്ടികളുടെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ല അടിപൊളി 3 സ്നാക്സാണിത്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ ആവശ്യമെന്ന് നോക്കാം. ഞാനിവിടെ പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ 3 സ്നാക്സിലേക്കായിട്ട് നമുക്ക് 3 മുട്ട വേണം, പഞ്ചസാര, ഒരു 2 സ്ലൈസ് ബ്രെഡ്, കുറച്ച് പാല്, അതിന് ആവശ്യത്തിനുള്ള നെയ്യ്. നമുക്ക് അപ്പോൾ ആദ്യത്തെ സ്നാക്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുഭാഗം ഞാനിങ്ങ് ഇതുപോലെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം അത് സൈഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, മുറിഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് രണ്ടും കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു പഴം എടുത്തിട്ട് അതിനെ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു 8 പീസ് ഞാൻ എടുക്കുന്നുണ്ട്. 8 പീസ് മതി നമുക്ക്. അത് ഓരോ പഴത്തിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. പിന്നെ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിനകത്തേക്കൊരു 3 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് 3ഉം കൂടെ ഞാനൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്യാം. നമുക്ക് ഫോർക്കോ സ്പൂണോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഒരു പാൻ ചൂടാതിന് ശേഷം അതിനകത്ത് കുറച്ച് നെയ്യ് തടവുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് ബ്രെഡിൻ്റെ സൈഡ്സ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സെൻറ്ററിലോട്ടേക്ക് ബീറ്റ് ചെയ്ത മുട്ട ഒഴിച്ച് കൊടുക്കാം. ശേഷം നമുക്ക് കട്ട് ചെയ്ത പഴവും കൂടി ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബ്രെഡിനകത്തോട്ടേക്ക് എത്ര പഴമാണോ വെക്കാൻ വേണ്ടി പറ്റുന്നത് അത് നമുക്ക് വെച്ച് കൊടുക്കാം. പഴമൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് അതിനകത്തോട്ടേക്ക് മുട്ട കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം. ബീറ്റ് ചെയ്ത മുട്ട നമ്മൾ സ്പൂണിലെടുത്തിട്ട് വീണ്ടും ഒഴിച്ച് കൊടുക്കുക. ഫുള്ളൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ബ്രെഡ് കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ആ ബ്രെഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബാലൻസ് ഉള്ള മുട്ടയുടെ മിക്സ് കൂടെ ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തും. അതുപോലെ തന്നെ ഞാൻ മുൻപേ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം ഞാനിവിടെ ബ്രെഡ് 2 വശമൊക്കെ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ടേക്ക് മാറ്റാം. കണ്ടില്ലേ, നന്നായി വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണിത്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്നാക്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു മിക്സി ജാർ എടുത്തിട്ട് അതിനകത്തോട്ടേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ആ മുട്ടയിലോട്ടേക്ക് ഞാനൊരു പഴം കൂടി ഒന്ന് ചെറുതായി കട്ട് ചെയ്തിടുന്നുണ്ട്. തീരെ ചെറുതായി കട്ട് ചെയ്യണമെന്നില്ല, ഒരു നോർമൽ സൈസായിട്ട് നമുക്കിത് കട്ട് ചെയ്തിടാം. ഇനി അതിനകത്തോട്ടേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര കൂടെ ചേർത്തതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്കതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇനി ഞാനൊരു ദോശക്കല്ല് ചൂടാതിന് ശേഷം അതിനകത്തോട്ടേക്ക് നെയ്യ് തടവി ഈ മാവ് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പരത്തുന്നില്ല, ജസ്റ്റ് ഒഴിച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ മുഴുവൻ മാവ് നമുക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇത് തിരിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പതിയെ സൂക്ഷിച്ച് തിരിച്ചിടണം. കാരണം നമ്മൾ ഇതിനകത്തോട്ട് മൈദയൊന്നും ചേർക്കുന്നില്ലല്ലോ, മുട്ടയും പഴവും പഞ്ചസാരയും മാത്രമല്ലേ ചേർത്തുള്ളൂ. അതുകൊണ്ടാണ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. അതുപോലെ ഞാൻ എല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്നാക്സ് എന്താണെന്ന് നോക്കാം. ഞാൻ അതിനുവേണ്ടി ഇവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട്. ആ പഴത്തിന് ഞാനിത് ഇതുപോലെ ഒന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി, അധികം കട്ടിയാക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പഴം കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. ചൂടായ പാനിനകത്തോട്ടേക്ക് നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ നെയ്യാണ് ഇവിടെ ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ പഴങ്ങളൊക്കെ അതിനകത്തോട്ടൊന്ന് വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് കളറൊന്ന് ചെറുതായിട്ട് മാറിയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ 2 സൈഡും ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ആ പഴത്തിനെ മൊത്തം ഒരു സൈഡിലോട്ടേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതിലോട്ടേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതിനൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഞാൻ ഇതിലോട്ടേക്ക് ചേർക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മധുരത്തിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടവും കുറക്കുകയും ഒക്കെ ചെയ്യാം. നിങ്ങൾ നല്ല മധുരമുള്ള പഴമാണ് എടുത്തേക്കുന്നതെങ്കിൽ ഈ പഞ്ചസാര ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, മുട്ടയും പഴവും മാത്രം മതി. നമ്മൾ ഫ്രൈ പാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മുട്ട ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ എപ്പോഴും മരത്തിൻ്റെ ഒരു സ്പൂൺ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഫ്രൈ പാനൊക്കെ പെട്ടെന്ന് അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. മുട്ട നന്നായി ഡ്രൈ ആയി വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ പഴവും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം.
പഴം കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ 3 സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്തും ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യണം. കാരണം നമ്മൾ മുട്ട വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. മുട്ട പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ 3ാമത്തെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ചായ തിളക്കുന്ന സമയം മതിയല്ലേ നമുക്ക് ഈ സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. രാവിലെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനും വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.